നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. UN രക്ഷാസമിതിയിൽ അറബ് മേഖലയ്ക്ക് സ്ഥിരാംഗത്വം വേണമെന്ന് കുവൈത്ത്. വിഷയത്തിൽ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്നും കുവൈത്ത് ഐക്യരാഷ്ട്രസഭയിൽ. ഗൾഫ് വിമാന കമ്പനികൾ വളർച്ചയുടെ പാതയിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ കമ്പനികൾ കൈവരിച്ചത് ഇരട്ടി വളർച്ച. ദുബായിൽ വീട്ടുവേലക്കാർക്ക് വൈദ്യപരിശോധന നിർബന്ധമാക്കി. നടപടി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കൊച്ചി ടീം സച്ചിന്, കൽക്കത്ത ടീം സൗരവ് ഗാംഗുലിയും ലേലത്തിൽ പിടിച്ചു. സൽമാൻ ഖാൻ, രൺബീർ കപൂർ, ജോൺ എബ്രഹാം എന്നിവർക്കും ടീമുകൾ. ഫുട്ബോൾ ലീഗ് IPL മാതൃകയിൽ. വാർത്തകളിലേക്ക് വിശദമായി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ജോലിക്കെത്തുന്ന വീട്ടുവേലക്കാർക്ക് വൈദ്യപരിശോധന നിർബന്ധമാക്കിയതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. ഹെപ്പറ്റൈറ്റിസ് BH, IV, TB, സിഫിലിസ് എന്നീ രോഗങ്ങൾക്കുള്ള പരിശോധനയും ഗർഭപരിശോധനയുമാണ് നടത്തേണ്ടത്. വേലക്കാർ രാജ്യത്തെത്തിയ ഉടനെ മെഡിക്കൽ ഫിറ്റ്നസ് കേന്ദ്രത്തിലെത്തി പരിശോധനയ്ക്ക് വിധേയരാകണം. ദുബായിൽ ഈ വർഷം കൂടുതൽ വൈദ്യപരിശോധനാ കേന്ദ്രങ്ങൾ തുറക്കാൻ പദ്ധതിയുണ്ടെന്നും മെഡിക്കൽ ഫിറ്റ്നസ് വിഭാഗം ഡയറക്ടർ മായിസ അൽബുസ്താനി അറിയിച്ചു. ജോലിക്കായി രാജ്യത്തെത്തുന്നവർക്ക് റെസിഡൻസ് വിസ ലഭിക്കാൻ വൈദ്യപരിശോധനാ റിപ്പോർട്ട് നിർബന്ധമാണ്. വീട്ടുവേലക്കാർക്ക് 3 ഡോസ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിനും നൽകും. സാധാരണ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് 260 ദിർഹമാണ് ഫീസ്. 2 കാറ്റഗറികളിൽപ്പെട്ട ജീവനക്കാർക്ക് അധിക പരിശോധന ഉണ്ടാകും. വീട്ടുവേലക്കാർക്കും ഭക്ഷ്യോൽപ്പന്ന വ്യവസായ കേന്ദ്രങ്ങൾ, ബ്യൂട്ടി പാർലറുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമാണിത്. 16 മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററുകളാണ് ദുബൈയിൽ നിലവിലുള്ളത്. VIP-കൾക്ക് ഈ വർഷം അവസാനത്തോടെ ന്യൂ ദുബൈയിൽ പരിശോധനാ കേന്ദ്രം തുറക്കും. ദുബൈ മറീന, ഡിസ്കവറി ഗാർഡൻസ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് പുതിയ കേന്ദ്രം ഏറെ ഗുണകരമാകും. ജീവനക്കാർ കൂടുതലുള്ള കമ്പനികൾക്കായി മൊബൈൽ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററുകളും ദുബൈയിൽ നിലവിലുണ്ട്. മീഡിയ 1 ദുബൈ. ഗൾഫ് നാടുകളിലെ എയർലൈൻ മേഖലയിൽ വലിയ തോതിൽ വളർച്ച രേഖപ്പെടുത്തി. ആഗോളതലത്തിൽ ഇരട്ടി വളർച്ചയാണ് ഗൾഫ് എയർലൈനുകൾ കൈവരിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഖത്തർ എയർവേസ് ഉൾപ്പെടെയുള്ള ഗൾഫ് വിമാന കമ്പനികളുടെ ഓഹരി ഇരട്ടിയിലധികം വളർച്ച കൈവരിച്ചതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡയറക്ടർ ജനറൽ ആന്റണി ടൈലർ വ്യക്തമാക്കി. അയാട്ടയുടെ 70ാമത് വാർഷിക പൊതുസമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായി ഖത്തറിലെത്തിയതായിരുന്നു അദ്ദേഹം. ഖത്തർ എയർവേസ് ആണ് ഈ വർഷത്തെ അയാട്ട സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. എയർലൈൻ മേഖലയിൽ 4% വരെ വളർച്ച നേടാനാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇതിനകം 9% വളർച്ചയാണ് ഗൾഫ് വിമാന കമ്പനികൾ കൈവരിച്ചത്. 2014 ആഗോള വ്യോമഗതാഗത രംഗത്ത് 5.8% വളർച്ച നേടിയത്. അതേസമയം ഗൾഫ് നാടുകളിലെ വിമാന കമ്പനികൾ ഈ രംഗത്ത് ഇതിനകം തന്നെ 13% വളർച്ച കൈവരിച്ചു കഴിഞ്ഞു. വ്യോമഗതാഗത രംഗത്ത് ഗൾഫ് നാടുകളിലെ എയർലൈനുകൾ മേൽക്കൈ നേടുന്നതായുള്ള സൂചനകളാണ് ഇത് നൽകുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. കുവൈത്തിൽ രാഷ്ട്രീയ പുനർനിർമ്മാണ പദ്ധതിയുമായി പ്രതിപക്ഷ സഖ്യം. രാജ്യത്ത് സമ്പൂർണ്ണ ജനാധിപത്യം നടപ്പാക്കണമെന്നും രാഷ്ട്രീയ പാർട്ടി രൂപീകരണം അനുവദിക്കണമെന്നും ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയാണ് പ്രതിപക്ഷ നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുന്ന പൂർണ്ണാർത്ഥത്തിലുള്ള ജനായത്ത സംവിധാനമാണ് രാജ്യത്തെ പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വെക്കുന്നത്. ഇതിനായി രാഷ്ട്രീയ പുനർനിർമ്മാണ പദ്ധതി എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ്. രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണ സംവിധാനത്തിൽ നിന്ന് മാറി കക്ഷി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സംവിധാനം നടപ്പാക്കണമെന്നാണ് സഖ്യത്തിന്റെ നിലപാട്. രാജ്യത്തെ രാഷ്ട്രീയ മേഖലയുടെ വ്യാപക ശുദ്ധീകരണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അടുത്തുതന്നെ വൻ പൊതുജന റാലി സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നീക്കങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന മുസൈലം അൽ ബറാഖ് പറഞ്ഞു. രാജകുടുംബത്തിന് അമിതാധികാരം നൽകുന്ന ഭരണഘടനയിലെ 183-ാം അനുച്ഛേദം ഭേദഗതി ചെയ്യുക, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങളാകണം മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത്, രാഷ്ട്രീയ സംവിധാനത്തിൽ രാജകുടുംബത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കണം തുടങ്ങിയവയാണ് സഖ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന ആവശ്യങ്ങൾ. ജനാധിപത്യ പുനഃസ്ഥാപനത്തിനായി നടത്തുന്ന ബഹുജന മുന്നേറ്റങ്ങൾ തടയാൻ ശ്രമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയ മുസൈലം അൽ ബറാഖ് രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മ ഉദ്ദേശിച്ചു മാത്രമാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. നിലവിൽ GCC രാജ്യങ്ങളിൽ താരതമ്യേന മികച്ച ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കുവൈത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാഷ്ട്രീയ രംഗം പ്രശ്നങ്ങൾ നേരിടുകയാണ്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തറിൽ ജീവിത ചെലവ് വീണ്ടും ഉയരുന്നതായി റിപ്പോർട്ട്. പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പുറത്തിറക്കിയ സ്ഥിതിവിവര കണക്കനുസരിച്ച് മാർച്ച് മാസത്തിൽ മാത്രം ഖത്തറിൽ ജീവിത ചെലവ് 2.6% ഉയർന്നത്. തുടർച്ചയായ 3-ാം മാസവും ജീവിത ചെലവ് കുതിക്കുന്നത് ഖത്തറിലെ പ്രവാസികളെയാണ് ഏറെ ആശങ്കയിലാക്കിയത്. ഗൾഫ് നാടുകളിൽ ഏറ്റവും അധികം ജീവിത ചെലവേറിയ രാജ്യമായി ഖത്തർ അതിവേഗം മാറുകയാണ്.
സൗദി അറേബ്യയിൽ പാസ്പോർട്ട് വിഭാഗത്തിന്റെ മുഴുവൻ സേവനങ്ങളും സമീപഭാവിയിൽ ഓൺലൈനിലാക്കുമെന്ന് പാസ്പോർട്ട് വിഭാഗ മേധാവി സുലൈമാൻ അബ്ദുൽ അസീസ് അൽ യഹ്യ. ഇപ്പോൾ ഓഫീസിൽ നേരിട്ട് ലഭിക്കുന്ന അപേക്ഷകളേക്കാൾ കൂടുതൽ അബ്ഷീർ, മുക്കീം എന്നീ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 86% ഇക്കാമകളും പുതുക്കിയത് ഓൺലൈൻ പോർട്ടൽ വഴിയാണെന്നും സുലൈമാൻ അൽ യഹ്യ വ്യക്തമാക്കി. സൗദി അറേബ്യയുടെ തെക്കൻ മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഫുർസാൻ ദ്വീപിൽ വിമാനത്താവളം നിർമ്മിക്കാൻ സൗദി കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് സ്ഥലം ദാനം നൽകി. ധനകാര്യ മന്ത്രാലയം ഫണ്ട് അനുവദിച്ചാൽ ഉടൻ വിമാനത്താവള നിർമ്മാണം ആരംഭിക്കുമെന്ന് ജിസാൻ ഗവർണർ അമീർ മുഹമ്മദ് ബിൻ നാസർ പറഞ്ഞു. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി, ജിസാൻ മേഖല ഗവർണറേറ്റ്, ധനകാര്യ മന്ത്രാലയം എന്നിവ സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ജിസാൻ മേഖലയുടെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാന നാഴികക്കല്ലാവും ഫുർസാൻ വിമാനത്താവളം. കുവൈത്തിൽ പൊതുതൊഴിൽ അതോറിറ്റി രൂപീകരണം അന്തിമഘട്ടത്തിൽ. രാജ്യത്തെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി അതോറിറ്റി ഈ ആഴ്ച യോഗം ചേരുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി തൊഴിൽ നിയമങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കുകയാകും അതോറിറ്റിയുടെ പ്രഥമ ദൗത്യം. അവിദഗ്ധ ജോലിക്കാരുടെ ഒഴുക്ക് നിയന്ത്രിക്കാനും വിസ തട്ടിപ്പ്, മനുഷ്യക്കടത്ത് എന്നിവയ്ക്ക് തടയിടാനുള്ള പദ്ധതികൾക്കും യോഗം രൂപം നൽകും. ദുബായ് വിമാനത്താവളത്തിൽ റൺവേ അറ്റകുറ്റപ്പണി നടക്കുന്ന വേളയിൽ 8 വിമാന കമ്പനികൾ ജബൽ അലിയിലെ അൽ മക്തൂം വിമാനത്താവളത്തിലേക്ക് പ്രവർത്തനം മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. ഫ്ലൈ ദുബായ്, PL എക്സ്പ്രസ്, ജെറ്റ് എയർവേസ്, റോയൽ ബ്രൂൺ എയർലൈൻസ്, യമനിയ എയർലൈൻസ് തുടങ്ങിയവയാണ് അൽ മക്തൂമിൽ നിന്ന് സർവീസ് നടത്തുക. മെയ് 1 മുതൽ ജൂലൈ 20 വരെയാണ് വിമാനത്താവളത്തിലെ റൺവേ പണികൾ നിശ്ചയിച്ചിരിക്കുന്നത്. UN രക്ഷാസമിതിയിൽ അറബ് മേഖലയ്ക്ക് സ്ഥിരാംഗത്വം വേണമെന്ന് കുവൈത്ത്. ഐക്യരാഷ്ട്രസഭയിലെ കുവൈത്തിന്റെ സ്ഥിരം പ്രതിനിധി മൻസൂർ അൽ ഉത്തൈബിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിലവിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ കൈകാര്യം ചെയ്യുന്ന അറബ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ബാഹുല്യം ചൂണ്ടിക്കാട്ടിയാണ് സമിതിയിൽ സ്ഥിരാംഗത്വം വേണമെന്ന ആവശ്യം കുവൈത്ത് മുന്നോട്ട് വെച്ചത്. വാർത്തകൾ തുടരുന്നു. കുവൈത്ത് നഗരസഭയിൽ ഭക്ഷ്യപരിശോധനാ സംഘം നടത്തിയ റെയ്ഡിൽ ഉപയോഗയോഗ്യമല്ലാത്ത നിരവധി ഉൽപ്പന്നങ്ങൾ പിടികൂടി നശിപ്പിച്ചു. സലാമിയയിലെ ഗ്രോസറികളിലും സൂപ്പർ മാർക്കറ്റുകളിലുമാണ് സംഘം പരിശോധന നടത്തിയത്. കാലാവധി കഴിഞ്ഞ 227 പെട്ടി കുപ്പിവെള്ളം, മനുഷ്യോപയോഗത്തിന് പുറത്തെ മത്സ്യശേഖരം എന്നിവയും പിടിച്ചെടുത്തു നശിപ്പിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളിലെ മട്ടുപ്പാവുകളിൽ ഗ്രില്ലും മറ്റും സ്ഥാപിക്കുന്നവർ നഗരസഭയിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങിയിരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. അല്ലാത്തപക്ഷം 250 ദിർഹം പിഴ നൽകേണ്ടി വരും. കുട്ടികൾ ജനലുകൾ വഴിയും മട്ടുപ്പാവുകൾ വഴിയും വീണ് അപകടത്തിൽപ്പെടുന്നത് കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഗ്രില്ലുകളും മറ്റും സ്ഥാപിക്കുന്നത്. എന്നാൽ അനുമതി വാങ്ങാതെയുള്ള ഇത്തരം നിർമ്മാണം നഗരസഭയുടെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ്. മാതൃഭാഷയിൽ നിന്ന് നമ്മൾ കൈയൊഴിഞ്ഞ പലതും ഗൂഗിളിൽ പരതി കണ്ടുപിടിക്കേണ്ട ഗതികേടിലാണ് മലയാളിയെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. മസ്കറ്റിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം വിംഗ് സംഘടിപ്പിച്ച ചിൽഡ്രൻസ് ഡേ ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്ഷരങ്ങളെക്കാൾ മുമ്പ് സ്വന്തം അക്കങ്ങളെ നഷ്ടപ്പെടുത്തിയവരാണ് മലയാളികൾ. മലയാളം അക്കങ്ങൾ ഇന്ന് കണ്ടെത്തണമെങ്കിൽ ഗൂഗിൾ മാത്രമാണ് രക്ഷ. ഇക്കാര്യത്തിൽ അറബികളെ കണ്ടുപിടിക്കേണ്ടതുണ്ടെന്ന് കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. മഹത്തായ പാരമ്പര്യമുള്ള വലിയ സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുള്ള വലിയൊരു ഭാഷയാണ് അറബ് ഭാഷ. ഈ ഭാഷയിലെ അക്കങ്ങൾ അവർ സംരക്ഷിക്കുന്നു. നമ്മൾ സംരക്ഷിച്ചോ? മലയാളം അക്കങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മലയാളം അക്കം ഉണ്ടായിരുന്നത് പോലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാൻ വയ്യ. വേറെ അക്കങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മളത് സംരക്ഷിക്കുക കൂടി ചെയ്യണമായിരുന്നു. ഇപ്പം എവിടെ നിന്ന് കിട്ടും ഈ അക്കം? ഈ അക്കം കിട്ടാൻ ഒരു മാർഗ്ഗമുള്ളൂ. നമ്മൾ പറയല്ലോ, എല്ലാ കുട്ടികളും ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലാണ്. അത് കാരണം അവരുടെ തലമുറ നശിച്ചു പോയി. ഇന്ന് ഇൻ്റർനെറ്റ് വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ തന്നെ പറയുമല്ലോ, ഇൻ്റർനെറ്റ് മാത്രമാണ് ഇപ്പോൾ ഈ സാധനമുള്ളത്. മലയാളം വിങ്ങിന് കീഴിൽ കുട്ടികൾക്ക് സൗജന്യമായി മലയാളം പഠിപ്പിക്കുന്ന അധ്യാപിക സുനീത ഹനീഫയെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായവർക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. കുട്ടികളുടെ വിഭാഗം കോർഡിനേറ്റർ ഭരത് പ്രസാദ്, ശ്വേത ബാലസുബ്രഹ്മണ്യം, രാജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. കൺവീനർ കാളിദാസ് അധ്യക്ഷനായിരുന്നു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. മീഡിയ വൺ, മസ്കത്ത്. ഖത്തറിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ഒരുക്കിയ ശലഭകാലം എന്ന പവലിയൻ ശ്രദ്ധേയമായി. മലയാളികൾക്ക് ഗൃഹാതുരത്വമുണ്ടാക്കുന്ന കാഴ്ചകളാണ് പവലിയനിൽ കാണാനായത്. ഗൾഫ് ജീവിതത്തിന്റെ വിരസതയ്ക്കിടയിൽ മലയാളിയുടെ പൈതൃകവും ഗ്രാമീണ ജീവിതത്തിന്റെ നിഷ്കളങ്കതയും വരച്ചു കാണിക്കുന്ന കലാവിഷ്കാരമാണ് ശലഭകാലത്തിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചത്. ദോഹയിലെ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിന്റെ വനിതാ വിഭാഗം പ്രവർത്തകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പഴയ നമ്മളെ നന്മയുള്ള ആ കാലത്തേക്ക്
തിരിച്ചു പോകലാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് ഈ ശലഭകാലം എന്ന് ഉദ്ദേശിക്കുന്നത്. ചാരുകസേരയിലിരിക്കുന്ന മുത്തച്ഛനും കഥ പറയാനൊരു മുത്തശ്ശിയും മരക്കൊമ്പിൽ കെട്ടിയുയർത്തിയ ഊഞ്ഞാലുമെല്ലാം കാഴ്ചക്കാരെ ഗതകാല ജീവിതത്തിന്റെ ഓർമ്മകളിലേക്ക് നയിക്കുകയായിരുന്നു. അതോടൊപ്പം സാങ്കേതിക വിദ്യയും യന്ത്രങ്ങളും സമ്മാനിച്ച ആകുലതകളുടെ വർത്തമാനകാലവും കടന്ന് പ്രതീക്ഷയുടെ ശലഭകാലത്തിലേക്കുള്ള യാത്രയാണ് പവലിയനെ ശ്രദ്ധേയമാക്കിയത്. 13ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പിനെത്തിയ 5000-ഓളം പേരാണ് ശലഭകാലം ആസ്വദിച്ചത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലെ ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. പ്രത്യാശയുടെ പാതയിൽ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് മലയാളികൾ പങ്കെടുത്തു. ജെറൂസലേം ദേവാലയത്തിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ പ്രവേശനത്തിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് ഗൾഫിലും ക്രൈസ്തവർ ഓശാന ആചരിച്ചത്. ഇതോടനുബന്ധിച്ച് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലായി നടന്ന കർമ്മങ്ങളിൽ ആയിരങ്ങൾ സംബന്ധിച്ചു. കുരുത്തോല വെഞ്ചരിപ്പ്, പ്രദക്ഷിണം, ദിവ്യബലി എന്നിവയും ഇതോടൊപ്പം നടന്നു. അവധി ദിനമായതിനാൽ ചില കേന്ദ്രങ്ങളിൽ ഓശാന വെള്ളിയാഴ്ചയാണ് ആചരിച്ചത്. ദുബൈ, ഷാർജ എന്നിവിടങ്ങളിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന കർമ്മങ്ങളിൽ ആയിരങ്ങൾ സംബന്ധിച്ചു. ഇതോടെ പീഡാനുഭവവാരത്തിന്റെ തിരുകർമ്മങ്ങൾക്കും ഗൾഫിൽ തുടക്കമായി. ഇനി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും നാളുകളാണ്. ഇതിനായി ദേവാലയങ്ങളും വിശ്വാസികളും ഒരുങ്ങിക്കഴിഞ്ഞു. മീഡിയ 1, ദുബൈ. കേരള സാഹിത്യ അക്കാദമി ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ദോഹയുമായി ചേർന്ന് അക്ഷരപ്രവാസം 2014 എന്ന തലക്കെട്ടിൽ ദോഹയിൽ ത്രിദിന സാഹിത്യ ശില്പശാല സംഘടിപ്പിക്കുന്നു. M. മുകുന്ദനും പെരുമ്പടവം ശ്രീധരനും ഉൾപ്പെടെയുള്ള പ്രമുഖർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകും. ഏപ്രിൽ 23, 24, 25 തീയതികളിൽ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിലാണ് ക്യാമ്പ് നടക്കുന്നത്. അക്ബർ കക്കട്ടിൽ, PK പാറക്കടവ്, ജോസ് പനച്ചിപ്പുറം എന്നിവരും ശില്പശാലയിൽ പങ്കെടുക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ഒമാനിൽ അനധികൃത തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നു. പ്രവാസികളുടെ താമസയിടങ്ങളിൽ വരെ കയറി തെരച്ചിൽ നടത്താൻ പുതിയ ദൗത്യസേന രൂപവൽക്കരിച്ചു. 3 മാസത്തിനിടെ 2267 പ്രവാസികളാണ് അറസ്റ്റിലായത്. ഒമാനിൽ വിസയും പാസ്പോർട്ടുമില്ലാതെ താമസിക്കുന്നവർ, തൊഴിൽ നിയമം ലംഘിച്ച് ജോലി ചെയ്യുന്നവർ എന്നിവരെ പിടികൂടാനാണ് പ്രത്യേക ദൗത്യസേന രൂപീകരിച്ചത്. മുനിസിപ്പാലിറ്റി, റോയൽ ഒമാൻ പോലീസ്, പബ്ലിക് പ്രോസിക്യൂഷൻ എന്നിവ ഉൾപ്പെട്ടതാണ് പുതിയ സേന. ഇവർക്ക് പ്രവാസികളുടെ വീടിൽ കയറി വരെ തെരച്ചിൽ നടത്താൻ അധികാരമുണ്ടായിരിക്കും. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുമ്പോഴും വാടക കരാർ ഉണ്ടാക്കുമ്പോഴും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടി ജോലി ചെയ്യുന്നവർക്കും വിസ കാലാവധി പിന്നിട്ടും രാജ്യത്ത് തങ്ങുന്നവർക്കും താമസ സൗകര്യം നൽകുന്നത് കുറ്റകരമാണ്. ഇത്തരക്കാരെ പിടികൂടാൻ ഭവന മന്ത്രാലയം ഉദ്യോഗസ്ഥർക്കും അധികാരം നൽകിയിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടങ്ങളിലും താൽക്കാലിക താമസയിടങ്ങളിലും ഇത്തരക്കാരെ താമസിക്കരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയ്ഡ് ശക്തമാക്കിയതിനെ തുടർന്ന് ഈ വർഷം മാർച്ച് വരെ 2267 അനധികൃത താമസക്കാരാണ് ഒമാനിൽ പിടിയിലായത്. കഴിഞ്ഞ വർഷം 1021 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. മീഡിയ 1, മസ്കത്ത്. പ്രമുഖ ഇന്ത്യൻ പെൻ നിർമ്മാതാക്കളായ ലിങ്ക് പെന്നിന്റെ പുതിയ ബ്രാൻഡായ ട്വിന്നിന്റെ ലോഞ്ചിംഗ് റിയാദിൽ നടന്നു. ലിങ്ക് പെൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് വിനയ് മഹേശ്വരിയും നോർക്ക ജനറൽ കൺസൾട്ടന്റ് ഷിഹാബ് കുട്ടുകാടും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. ബോൾ പേനയും പെൻസിലും ഒരുമിച്ച് ലഭിക്കുന്ന ട്വിൻ ആദ്യമായാണ് ഒരു കമ്പനി പുറത്തിറക്കുന്നതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. സൗദിയിലെ വിതരണക്കാരായ സാം സ്റ്റേഷനറി ചെയർമാൻ ഫൗസീബ മത്തറബ്, MD അമീർ ചെറുകോട്, മുസ്തഫ പാറമൽ, ഉമർ ബാലത്തീഫ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തറിലെ ദോഹ മെട്രോ റെയിൽ പ്രൊജക്ടിന്റെ കരാറുകൾക്ക് ഉത്തരവായി. 870.29 ദശലക്ഷം ഖത്തർ റെയിലിന്റെ കരാറുകൾ അമേരിക്കൻ, ഫ്രഞ്ച് കമ്പനികൾക്കാണ് ലഭിച്ചത്. മെട്രോ റെയിൽ പ്രൊജക്ടിന്റെ ആദ്യഘട്ട രൂപകൽപ്പനയ്ക്കും സാങ്കേതിക പരിശോധനകൾക്കുമാണ് പുതിയ കരാർ. 2019 ഒക്ടോബറിലാണ് ദോഹ മെട്രോ റെയിലിന്റെ പണി പൂർത്തിയാക്കേണ്ടത്. ചെറുകിട വ്യവസായങ്ങൾക്കും കൈത്തൊഴിലുകൾക്കും പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങി കുവൈത്ത്. ഓപ്പൺ മാർക്കറ്റ് പ്രോജക്റ്റ് എന്ന പേരിൽ ഇതിനായി പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണെന്ന് കുവൈത്ത് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം മിസ്രിഫ് അന്താരാഷ്ട്ര പ്രദർശന നഗരിയിൽ ഉപപ്രധാനമന്ത്രിയും വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ അബ്ദുൽ മുഹ്സിൻ അൽ മുദൈജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റമദാൻ ഒഴികെയുള്ള എല്ലാ മാസങ്ങളിലും ആദ്യ ശനിയാഴ്ചകളിൽ മിസ്രിഫിലെ ഫെയർ ഹാളിൽ നടക്കുന്ന വിപണന മേളയിലൂടെ രാജ്യത്തെ ചെറുകിട വ്യവസായികൾക്കും കരകൗശല നിർമ്മാതാക്കൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനുമുള്ള സൗകര്യമൊരുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.